നമസ്കാരം. ഇറാന്റെ സൈനിക താവളങ്ങളെ ചോരക്കളമാക്കിയ ചാവേർപ്പട. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ തലവെട്ടിത്തുള്ളാൻ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാതെ തുടരുമ്പോൾ ആശങ്ക ഒഴിയാതെ ലോകം മുന്നോട്ട് നീങ്ങുകയാണ്. കേവലം 40 ദിവസത്തിൽ താഴെ നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള ബോംബാക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക താവളങ്ങളെ തകർക്കാൻ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു എന്നത് അവരുടെ ശക്തി തെളിയിക്കുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ വ്യോമനാവിക മേധാവിത്വം പൂർണ്ണമായിട്ടും തെളിയിച്ചിരുന്നു എന്നുള്ളതും പൂർണ്ണമായിട്ടല്ലെങ്കിലും ശരി തന്നെയാണ്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും മുട്ടുകുത്തിക്കുവാൻ ഇറാൻ ഇനി എന്ത് സൈനിക ശേഷിയുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാനിലുടനീളം അമേരിക്കയും ഇസ്രായേലും ഒക്കെ സംയുക്തമായിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി 4 മാസത്തിലേറെ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ പുകപടലങ്ങൾക്കിടയിൽ നിന്നും നയതന്ത്രത്തിന്റെ പുതിയൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. അമേരിക്കയുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ ഒത്തുകൂടിയിരിക്കുന്നു. 2026 ജൂൺ 17 ഒപ്പുവെച്ച ചരിത്രപരമായ ധാരണാപത്രത്തിന് ശേഷവും പൂർണ്ണമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അതിർത്തികളിൽ പരിമിതമായിട്ടുള്ള വെടിവെപ്പുകളും ഏതു നിമിഷവും യുദ്ധം വീണ്ടും ആളിക്കത്തുവാനുള്ള ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇറാനെതിരെയുള്ള വൻതോതിലുള്ള സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മധ്യസ്ഥ ചർച്ചകൾ പരാജയമാണെന്ന് പ്രഖ്യാപിക്കുകയോ ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ യുദ്ധവിമാനങ്ങൾക്ക് വിന്യസിക്കുവാനുള്ള ഉത്തരവ് ഉടനെ നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് പോലും. ഫെബ്രുവരി 28 യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി കൊല്ലപ്പെട്ടത് മുതൽ രാജ്യം കടുത്ത നേതൃത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെടുമ്പോൾ തങ്ങൾക്കെതിരെയുള്ള ഏത് ഭീഷണിക്കും ശക്തമായുള്ള മറുപടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി വ്യക്തമാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ലോകം ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: അതിശക്തമായിട്ടുള്ള ആയുധശേഷിയുള്ള ലോകശക്തികളോട് മാസങ്ങളോളം അസമമായിട്ടുള്ള യുദ്ധം ചെയ്ത് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട ഇറാന് ഇപ്പോൾ അമേരിക്കയോട് ചർച്ച നടത്താൻ മാത്രം എന്ത് സൈനിക ശേഷിയാണ് ബാക്കിയുള്ളത് എന്നാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ വ്യോമനാവിക മേധാവിത്വം പൂർണ്ണമായിട്ടും തെളിയിച്ചു. കേവലം 40 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിന് താഴെ നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള ബോംബാക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക താവളങ്ങളെ തകർക്കാൻ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ഏകദേശം 13,000-ലധികം വരുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് 4,000 ലക്ഷ്യങ്ങളിലായിട്ട് 10,000-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇറാന്റെ അത്യാധുനികമായിട്ടുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, അതിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണശാലകൾ, പ്രതിരോധ വ്യാവസായിക താവളങ്ങൾ, കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ എന്നിവയൊക്കെ അമേരിക്ക പ്രധാനമായിട്ടും ലക്ഷ്യമിട്ട് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക വഴി ഇറാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾക്ക് മുകളിൽ പൂർണ്ണമായിട്ടുള്ള വ്യോമ മേധാവിത്വം സ്ഥാപിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ 60% മിസൈൽ റോഞ്ചറുകളും ഒപ്പം തന്നെ 250-ലധികം വ്യോമ പ്രതിരോധ റഡാറുകളും പ്രവർത്തനരഹിതമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായിട്ട് പാശ്ചാത്യ സൈനിക വക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇറാൻ അടുത്തുള്ള പാർച്ചിൻ, ഖോജർ സൈനിക സമുച്ചയങ്ങൾ മാത്രമല്ല ഇസ്ഫഹാൻ, യാസ്ത്, ഷഹ്റൂദ് എന്നിവിടങ്ങളിലെ മിസൈൽ ഫാക്ടറികൾ എന്നിവയെല്ലാം തകർത്തതോടെ ഇറാന്റെ ആയുധ വിതരണ ശൃംഖലയുടെ നട്ടലൊടിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ, നാവിക പ്രതിരോധ വ്യവസായങ്ങളുടെ 85% തകർത്തായിട്ട് സെൻട്രൽ കോം മേധാവി ബ്രാഡ് കൂപ്പർ അമേരിക്കൻ പാർലമെന്റിൽ വ്യക്തമാക്കുകയും അത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കാൻ അമേരിക്കൻ അന്തർവാഹിനികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നാവിക അഭ്യാസത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ പ്രശസ്തമായിട്ടുള്ള IRIS ഡോണ എന്ന യുദ്ധക്കപ്പൽ ശ്രീലങ്കയ്ക്ക് സമീപമുള്ള അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് അമേരിക്കൻ നാവികസേന മുഖ്യ സംഭവം അമേരിക്കയുടെ ആഗോള സൈനിക സ്വാധീനത്തിന്റെ തെളിവായിട്ട് ട്രംപ് ഭരണകൂടം ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായിട്ട് ഇല്ലാതായി എന്ന് കരുതുന്നത് വലിയൊരു തന്ത്രപരമായിട്ടുള്ള പിഴവായിരിക്കും. ഇറാന്റെ പരമോന്നത കമാൻഡ് ഘടനയിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും ജനറൽമാരും വധിക്കപ്പെട്ടിട്ടും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം തകർക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ സൈനിക ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ വികേന്ദ്രീകൃതമായിട്ടുള്ള കമാൻഡ് ഘടനയാണ്. അതായത് പ്രധാന കമാൻഡർമാർ കൊല്ലപ്പെട്ടാലും പ്രാദേശിക തലത്തിലുള്ള സൈനിക യൂണിറ്റുകൾ, ആ സൈനിക യൂണിറ്റുകൾ എന്ന് പറയപ്പെടുന്ന സ്വതന്ത്രമായിട്ടുള്ള ആക്രമണം നടത്താൻ സാധിക്കും. കൂടാതെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളിലൊക്കെ ഭൂരിഭാഗവും മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കപ്പെടുന്നു. ഭൂമിക്കടയിൽ 100 കണക്കിനടി താഴ്ചയുള്ള പർവ്വത തുരങ്കങ്ങളിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പോലും. ഉപരിതലത്തിലുള്ള പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടുവെങ്കിലും ഈ ഭൂഗർഭ താവളങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ അമേരിക്കയുടെ അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ തങ്ങളുടെ ആയുധ ഉൽപാദന ശേഷിയുടെ വലിയൊരു പങ്ക് ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് ഇറാൻ തെളിയിക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ആക്രമണം നടന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാൻ തങ്ങളുടെ വിക്ഷേപണ കേന്ദ്രങ്ങളും റഡാറുകളും അതിവേഗം പുനർനിർമ്മിക്കുവാൻ ആരംഭിച്ചു എന്നതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളെക്കാൾ ഉപരി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അസമമായിട്ടുള്ള യുദ്ധത്തിൽ ശത്രുവിനെ തളർത്തുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇറാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളും പർവ്വതനിരകളും ഒരു കരയുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ നിന്നും അമേരിക്കയെ തടയുന്ന പ്രധാന ഘടകങ്ങളാണ്. ഒരു കരയുദ്ധം അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ സാമ്പത്തിക മനുഷ്യ നഷ്ടം ഉണ്ടാക്കുമെന്ന് ഇറാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. സൈനിക താവളങ്ങൾക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും കനത്ത ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇറാന്റെ എണ്ണവാതക ഉൽപാദന കേന്ദ്രങ്ങൾ, പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ, സ്റ്റീൽ, അലുമിനിയം ഫാക്ടറികൾ എന്നിവയൊക്കെ വലിയ തോതിൽ ലക്ഷ്യപ്പെട്ടു. മാത്രമല്ല ഇറാന്റെ സ്റ്റീൽ ഉൽപാദന ശേഷിയുടെ 70% തങ്ങൾ നശിപ്പിച്ചതായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ 2 സ്റ്റീൽ പ്ലാന്റുകളായിട്ടുള്ള ഖുസെസ്താനും മൊബാരക്കയും പ്രവർത്തനം നടത്താൻ നിർബന്ധിതരായി എന്നുള്ള. അപ്പോൾ നിർണായകമായിട്ടുള്ള അസുലിയെ പെട്രോ കെമിക്കൽ സമുച്ചയത്തിന് നേരെയുള്ള ആക്രമണം ഇറാന്റെ കെമിക്കൽ കയറ്റുമതി ശേഷിയുടെ 85% താൽക്കാലികമായിട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇതിനു പുറമെ ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിൽ ഏപ്രിൽ 13 മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായുള്ള നാവിക ഉപരോധം ഇറാന്റെ എണ്ണ കയറ്റുമതിയെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുവാനും രാജ്യത്തെ 90 ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ പണപ്പെരുപ്പത്തിന്റെ ദുരിതത്തിലേക്ക് അവരെ തള്ളിവിടുവാനും അല്ലെങ്കിൽ ആ ഒരു യാത്രയിലേക്ക് തള്ളിയിടുവാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പണത്തിന്റെ ഒഴുക്ക് തടയുന്നതിലൂടെ ഇറാന്റെ യുദ്ധ ഫണ്ടിങ് ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ പാശ്ചാത്യ തന്ത്രം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഈ കടുത്ത സാമ്പത്തിക യുദ്ധത്തെയും അതിജീവിക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് താൽക്കാലികമായിട്ട് ഉപരോധം നീക്കിയതിനെ തുടർന്ന് ഇറാൻ 50 ദശലക്ഷത്തിലധികം ബാരൽ എണ്ണയാണ് അന്താരാഷ്ട്ര വിപണിയിലേക്ക് അതിവേഗം കയറ്റുമതി ചെയ്ത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് തകർക്കുവാൻ ഉപരോധങ്ങൾക്കോ ബോംബുകൾക്കോ കഴിയില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്നത്. അപ്പോൾ ഇറാന്റെ നേരിട്ടുള്ള സൈനിക ശേഷിയേക്കാൾ ഉപരി മിഡിൽ ഈസ്റ്റിലുടനീളം അവർ കെട്ടിപ്പടുത്തിട്ടുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന പ്രോക്സി നെറ്റ്വർക്കാണ് ചർച്ചാമേശയിൽ അവർക്കുള്ള ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയപ്പെടുന്നത്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയാ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ ഇപ്പോഴും ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശേഷിയുള്ളവരാണ്. ഇറാന്റെ ആഭ്യന്തര സൈനിക ശേഷി എന്ന് പറയപ്പെടുന്ന 85% തകർക്കപ്പെട്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ചെങ്കടലിലും അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളിലും ഒക്കെ ഭീതി വിതയ്ക്കാൻ യമനിലെ ഹൂതികൾക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളെ നിരന്തരം അസ്ഥിരപ്പെടുത്തുവാൻ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ശൃംഖലകൾക്ക് കഴിയുന്നു. അതായത് ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിന്റെ സമാധാനത്തിനും ഭീഷണിയാകും വിധം പ്രാദേശിക യുദ്ധമായി പലരുമെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ പ്രാദേശിക സ്വാധീനമാണ് ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര ആയുധം. തങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ മേഖലയിലെ എണ്ണ വിതരണ ശൃംഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ചർച്ചകൾ ഓർമ്മിപ്പിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ പരമാവധി സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ നിരുപാധികം കീഴടക്കാൻ ശ്രമിച്ച ഒരു യുദ്ധമായിരുന്നു ഇത്. ആയുധങ്ങളുടെ എണ്ണത്തിലും ആധുനിക സാങ്കേതിക വിദ്യയിലുമൊക്കെ അമേരിക്കയും ഇസ്രായേലും ബഹുദൂരം മുന്നിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ തോതിൽ തകർക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സൈനികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ അതിജീവന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ദോഹയിലെ ചർച്ചകൾ തന്നെ തെളിയിക്കുന്നത്. കനത്ത ചർച്ചകൾക്കിടയിലും ഇറാൻ ചർച്ചാമേശയിലേക്ക് വന്നിരിക്കുന്ന ഒരു പരാജിത രാജ്യമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം അവശേഷിക്കുന്ന സൈനിക പ്രോക്സി ശേഷിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു വലിയ യുദ്ധ ചതുപ്പിലേക്ക് വീഴുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുധബലത്തിന്റെ അഹങ്കാരവുമായി നിൽക്കുന്ന അമേരിക്കയ്ക്കും തകർച്ചകൾക്കിടയിലും ധിക്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഇറാനും ഇടയിൽ ഒരു ശാശ്വത സമാധാനം കണ്ടെത്തുക എന്നത് ദോഹയിലെ മധ്യസ്ഥർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇറാന്റെ സൈനിക താവളങ്ങളെ ചോരക്കളമാക്കിയ ചാവേർപ്പട അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ തലവെട്ടി തുള്ളാൻ തുടങ്ങുന്നു. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാതെ തുടരുമ്പോഴും ആശങ്ക ഒഴിയാതെ ലോകം മുന്നോട്ട് നീങ്ങുന്നത് കേവലം 40 ദിവസത്തിൽ താഴെ നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള ബോംബാക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക താവളങ്ങളെ തകർക്കാൻ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു എന്നത് അവരുടെ ശക്തി തെളിയിക്കുന്ന കാര്യമാണെങ്കിൽ കൂടിയും അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ വ്യോമ നാവിക മേധാവിത്വം പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും മുട്ടുകുത്തിക്കുവാൻ ഇറാന് ഇനി എന്ത് സൈനിക ശേഷിയുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം ഇറാൻ തന്നെ തിരികെ നൽകുകയും ചെയ്യും.